ആയിട്ട് നമുക്ക് ഒരു അടിപൊളി കലണ്ടർ ഉണ്ടാക്കാം. ഞാനപ്പോൾ ഇത് പിൻട്രസ്റ്റിൽ കുറച്ച് നാളായി കണ്ടിട്ട്, അപ്പോൾ ഈ കൊല്ലം ന്യൂ ഇയറിന് ഇത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഞാനപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ടെറാക്കോട്ട ക്ലേ ആണ്. ഈ ഒരു ക്ലേ സാധാ ക്ലേനേലും കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പിലേക്ക് ആക്കി കിട്ടാനായിട്ട്. എനിക്ക് കിട്ടിയ ക്ലേയുടെ കുഴപ്പമാണോ അതോ ഈ ഒരു ക്ലേ ഇതുപോലെ തന്നെയാണോ എന്നറിയില്ല. നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് ബോഡി സെറ്റാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പെൻഗ്വിൻ്റെ കലണ്ടറാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ പെൻഗ്വിൻ്റെ ബോഡി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു വിധത്തിലാണ് സെറ്റാക്കി എടുത്തത്. കുറച്ചും കൂടി തടിയുള്ളൊരു പെൻഗ്വിൻ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഒരു സംഭവം ക്ലേ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കുറച്ച് വണ്ണം കുറഞ്ഞ പെൻഗ്വിനെ തന്നെ മതി നമുക്ക്. ഇനി ഹെഡ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ കുറച്ച് ക്ലേ എടുത്തിട്ട് നമ്മൾ കട്ട്ലറ്റൊക്കെ പരത്തില്ല, അതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നമ്മൾ റൗണ്ട് ഷേപ്പിൽ ചെയ്യുകയാണെങ്കിൽ ബോഡിയും ഹെഡും തമ്മിലൊരു ബന്ധമില്ലാത്ത പോലെ ആവും. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത്. അങ്ങനെ ഹെഡ് സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് കട്ടിട്ട് കൊടുത്തിട്ട് ബോഡിയിൽക്കൊന്ന് വെച്ച് കൊടുക്കാം. അതുപോലെ ആരെങ്കിലും നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തതുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. എല്ലാവരും അതിൽ കയറിയിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊന്ന് ഫോളോ ആക്കട്ടോ. അങ്ങനെ ഹെഡും ബോഡിയും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡേറ്റ്സും മന്തൊക്കെ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ് സ്ക്വയർ ഷേപ്പിൽ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ക്ലേ ഇങ്ങനെ എടുക്കണം. ഞാനപ്പോൾ ആദ്യം ഈ ഒരു ടൂൾ വെച്ചിട്ടാണ് നോക്കിയത്. അപ്പോൾ ടൂൾ വളയാന്നല്ലാണ്ട് ക്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. സ്പൂണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ക്യൂബ്സൊക്കെ വെക്കാനായിട്ട് കുറച്ച് സ്പേസ് സെറ്റാക്കിയാൽ മതി. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലേ എടുക്കുന്ന സമയത്ത് ഓവറായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പൂൺ ചിലപ്പോൾ അപ്പുറത്ത് കൂടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മയത്തിലൊക്കെ ചെയ്യാം. അങ്ങനെ കാർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ക്യൂബ്സ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾക്ക് 2 ക്യൂബ്സും 4 ക്യൂബോയിഡാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരു ക്യൂബ് കൂടെ ഒരു വിധം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ക്യൂബ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊന്ന് വെച്ച് നോക്കിയതാണ്. പിന്നെ അത് ഒട്ടിപ്പോയതാണെന്ന് തോന്നുന്നു, എടുക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആരും വെച്ച് നോക്കണ്ട കേട്ടോ. അങ്ങനെ 2 ക്യൂബ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ 4 ക്യൂബോയിഡ് ഞാൻ പിന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം ഞാൻ ഒരു ക്യൂബോയിഡാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് ഉണങ്ങട്ടെ. ആദ്യം ഞാൻ ഒരു ക്യൂബോയിഡാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 3 ക്യൂബോയിഡ് പിന്നീട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാതും ഉണങ്ങി സെറ്റായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ക്ലേ ഡ്രൈ ആവാനായിട്ട് 24 hours മതി. പക്ഷെ ഞാനിത് ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിഞ്ഞു കേട്ടോ. കാരണം മടിയായിട്ടാണ് ഇത് ഇനി സാൻഡൊക്കെ ചെയ്തെടുക്കണ്ടേന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് കുറേ നാൾ ഇത് നല്ല രീതിക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അത് കാരണം അങ്ങനെ എല്ലാതും നല്ല സെറ്റായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സാൻഡ് ചെയ്തെടുക്കാം. കാരണം സാൻഡ് ചെയ്തെടുക്കുമ്പോൾ ഒരു പെർഫെക്ഷനിൽ കിട്ടും. എല്ലാ ഭാഗവും ഫൈനായിട്ട് കിട്ടാനായിട്ടാണ് സാൻഡ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ 4 ക്യൂബോയിഡ്സും 2 ക്യൂബ്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ സാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പെയിൻറ് അടിച്ചു കൊടുക്കുകയാണ്. ഫസ്റ്റ് കോട്ട് നമ്മൾ വൈറ്റാണ് അടിക്കുന്നത് കേട്ടോ. അതിൻ്റെ മുകളിൽ നമ്മൾ വേറെ കളർ അടിക്കുകയാണെങ്കിൽ അപ്പോൾ നല്ല നീറ്റായിട്ട് കളർ കിട്ടും. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് കോട്ട് വൈറ്റാണ് അടിച്ചു കൊടുക്കുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന വൈറ്റ് പെയിൻ്റ് ആണെങ്കിൽ ഏകദേശം തീരുമാനമാവാറായിട്ടുണ്ടായിരുന്നു. പെൻഗ്വിൻ്റെ ബോഡി അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വൈറ്റ് കളർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ടാണ് ക്യൂബ്സൊക്കെ കളർ ചെയ്തെടുത്തത് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് കോട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കളർ അടിക്കാം. അപ്പോൾ ശരിക്കും ബ്ലാക്ക് കളറാണ് വേണ്ടത്. പക്ഷേ എനിക്ക് ഈ ഒരു കളർ കണ്ടപ്പോൾ ഇത് അടിക്കാൻ തോന്നി. അക്വാ ബ്ലൂ അങ്ങനെയാണ് ഈ കളറിൻ്റെ പേര്. അതുകൊണ്ട് ഞാൻ ഈ ഒരു കളർ അടിച്ചു കൊടുക്കുന്നത്. ബ്ലാക്ക് അടിക്കേണ്ടവർക്ക് ബ്ലാക്ക് അടിക്കാം കേട്ടോ. പിന്നെ ആ സൈഡിൽ കാണുന്ന 2 യെല്ലോ ബോൾസ് എന്താണെന്ന് വെച്ചാൽ പെൻഗ്വിനെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കാലുണ്ടാക്കാൻ മറന്നുപോയി. അപ്പോൾ ഇനി ടെറാക്കോട്ട ക്ലേ എടുത്ത് ഉരുട്ടി ഉണ്ടാക്കാനുള്ള മടിയോണ്ട് ഞാൻ എയർ ഡ്രൈ ക്ലേ എടുത്തിട്ട് ആ കാലിൻ്റെ സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ അത് ഒട്ടുന്നുണ്ടായിരുന്നില്ല. പെയിൻ്റ് അടിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു. ക്ലേ അതുമ്മൽ ഒട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ക്ലേ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാലുണ്ടാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് സാധാ ക്ലേ കൊണ്ട് തന്നെ കാല് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കിയിട്ട് 2 സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി.
പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഞാൻ ഉള്ളിലൊരു വൈറ്റ് കളറൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അടിച്ചു കഴിഞ്ഞപ്പോൾ ഫുള്ളായിട്ട് അങ്ങോട്ട് കളർ അടിച്ചു. അപ്പോൾ ക്യൂട്ടായിട്ടുള്ള നമ്മുടെ ക്ലേ കലണ്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ക്യൂബോയിഡ് ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ മാസങ്ങൾ എഴുതുന്നത്. ശരിക്കും 4 ക്യൂബോയിഡ് വേണം. ഞാനിപ്പോൾ 2 ഇവിടെ സെറ്റാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഓഗസ്റ്റ് വരെയാണ് 2 ക്യൂബോയിഡിൽ നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് ഓഗസ്റ്റ് ആകുമ്പോഴത്തേനും സെറ്റാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ക്യൂബ്സിൽ നമുക്ക് ഫസ്റ്റത്തെ ക്യൂബിൽ 0, 1, 2, 3, 4 ആൻഡ് 8 നമ്പേഴ്സാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ക്യൂബിൽ നമുക്ക് 0, 1, 2, 5, 6 ആൻഡ് 7 ഇത്രയും നമ്പേഴ്സാണ് വരുന്നത്. ഇതിൽ 6 നമുക്ക് 9 ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഓരോ ഡേറ്റിനനുസരിച്ച് നമ്മളിതുപോലെ ഡേറ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഉദ്ഘാടനം നമ്മൾ ജനുവരി 1 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാനപ്പോൾ നാളത്തെ ഡേറ്റിന് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ക്യൂബ്സ് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കാം. ഞാൻ ആദ്യം ഉണ്ടാക്കിയത് കുറച്ച് വലുതായിരുന്നു. ഞാൻ പിന്നെ രണ്ടാമതൊന്നും കൂടെ സാൻഡ് ചെയ്തിട്ടാണ് ഇത്രയും ചെറുതാക്കിയത്. അപ്പോൾ അതാ നാളത്തെ ഡേറ്റിൽ സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.